ഹായ് ഗായ്സ്. സോ യെസ്, നമ്മൾ 6ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇത് ചാപ്റ്റർ ആയിരുന്നു. അത് 8ാമത്തെ ചാപ്റ്റർ, ബേസിക് സയൻസിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ ഡെയിലി ലൈഫ്, ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി പഠിക്കേണ്ടേ? നമ്മൾ 2 ടൈപ്സ് ഓഫ് മോഷൻ വരെ പഠിച്ചു നിർത്തി. ഇനി നമ്മൾ അതിന്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും സെറ്റ് ആയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കുകയല്ലേ? സോ എല്ലാവരും മെറ്റീരിയലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3rd ടൈപ്പ് ഓഫ് മോഷൻ ആണ്. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ ലീനിയർ മോഷൻ പഠിച്ചു, അല്ലെ, സ്ട്രേറ്റ് ലൈൻ മോഷൻ പഠിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടേഷണൽ മോഷൻ, ഭ്രമണവും പഠിച്ചു. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് സർക്കുലാർ മോഷനാണ്, വർത്തുള ചലനമാണ്. സോ അവിടെ മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ നമുക്ക് എല്ലാവരും ഹെഡിങ് എഴുതി വെച്ചോളൂ. ഇനി നമ്മൾ പഠിക്കുന്നതാണ് റൊട്ടേഷണൽ മോഷൻ കഴിഞ്ഞിട്ട് സർക്കുലാർ മോഷൻ. ഓക്കെ, സർക്കുലാർ മോഷൻ അത് നമുക്കൊരു എക്സ്പെരിമെന്റിൽ കൂടെ വേണം കാണാനായിട്ട്. ഈ എക്സ്പെരിമെന്റിന് വേണ്ട സാമഗ്രികൾ, മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വുഡൻ സ്കെയില്, നെയില്, പെൻസിൽ, പേപ്പർ. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കോമ്പസും പെൻസിലും ഉണ്ടെങ്കിൽ ഈ എക്സ്പെരിമെന്റ് സെറ്റാണ്. എക്സ്പെരിമെന്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഇത്രയേ ഉള്ളൂ. മേക്ക് വൺ സ്മോൾ ഹോൾ ഈച്ച് അബൌട്ട് എ സെന്റിമീറ്റേഴ്സ് എവേ ഫ്രം ഏത് എൻഡ് ഓഫ് ദ വുഡൻ സ്കെയിൽ. വുഡൻ സ്കെയിലിൻ്റെ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട്, മരത്തിന്റെ സ്കെയിലേ പറ്റുള്ളൂ. സ്റ്റീലിന്റെ സ്കെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഹോൾ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു മരത്തിന്റെ സ്കെയിൽ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ തടി എടുത്താലും മതി. അതിലേക്ക് നമ്മൾ രണ്ടറ്റത്തും ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം, ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുക്കാം. ഇൻസൈഡ് എ നെയിൽ ത്രൂ വൺ ഹോൾ, ഒരു ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആണി ഇറക്കിയിട്ട് ഉറപ്പിച്ച് വെക്കുക. ആൻഡ് ഫിക്സ് ഇറ്റ് ഓൺ എ പേപ്പർ. ഒരു പേപ്പറിൽ എന്നിട്ട് ആ ആണി ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് വെക്കും. ദാ ഇവിടെ കണ്ടില്ലേ, നമ്മൾ അതാ ചെയ്തിരിക്കുന്നത്. ആണി ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് വെച്ചു. അടുത്ത എൻഡിൽ നമ്മൾ അടുത്ത ഒരു ആണി അല്ലെങ്കിൽ നമുക്ക് ഒരു പെൻസിൽ വെച്ചാലും മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ട് സർക്കിൾ കാണാൻ പറ്റും. സോ ആദ്യത്തെ തുളയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആണി ഇറക്കി വെച്ചിട്ട് അതൊരു പേപ്പറിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ആ പോയിന്റ് ഫിക്സ്ഡ് ആണ് കേട്ടോ, ഈ പോയിന്റ് ഫിക്സ്ഡ് ആണ്, നമുക്ക് നനക്കാൻ പറ്റില്ല. ഇനി അടുത്ത ഹോളിലേക്ക്, മറ്റേ അറ്റത്തെ ഹോളിലേക്ക് നമ്മളൊരു ചെറിയ പെൻസിലിന്റെ പീസ് നന്നായിട്ട് ഷാർപ്പ് ചെയ്തിട്ട് പെൻസിലിന്റെ പീസ് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ പെൻസിലിന്റെ പീസിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ, നമ്മൾ ആ സ്കെയിലിൽ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സർക്കിൾ ഫോം ചെയ്യും. അതായത് നമ്മൾ കോമ്പസിന്റെ അറ്റത്ത് പെൻസിൽ വെച്ചിട്ട് നമ്മൾ സർക്കിൾസ് വരയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ എക്സ്പെരിമെന്റ്. നമ്മൾ എന്ത് ചെയ്തു, ആ പെൻസിൽ പിടിച്ചിട്ട് നന്നായിട്ടൊരു സർക്കിൾ വരച്ചെടുത്തു. അപ്പോൾ ആ പെൻസിലിന്റെ പാത്ത് എന്ന് പറയുന്നത്, പെൻസിൽ മൂവ് ചെയ്തത് ഒരു സർക്കിളിന്റെ പാതയിലാണ്, അല്ലെ, ഒരു വൃത്തത്തിന്റെ പാതയിലാണ് നമ്മുടെ പെൻസിൽ മൂവ് ചെയ്തത്. ഈ ഒരു ചലനത്തെ വിളിക്കുന്ന പേരാണ് എന്താ, സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. വൃത്താകൃതിയിൽ നമ്മൾ മൂവ് ചെയ്യുന്നതാണ് എന്ത്, വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ പാത്ത് എന്ന് വിളിക്കുന്നത് കേട്ടോ. യെസ്, ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ഇതിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത്, ഇൻ ബോത്ത് ദീസ് കേസസ് ദ പാത്ത് ഓഫ് ദ പെൻസിൽ ഫോംസ് എ സർക്കിൾ. ആ പെൻസിലിന്റെ പാത്ത് എന്താണ് ചെയ്യുന്നത്, ഒരു സർക്കിൾ ഫോം ചെയ്യുന്നു. ദ പാത്ത് ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കിൾ ഈസ് കോൾഡ് എ സർക്കുലാർ പാത്ത്. സർക്കുലാർ ഷേപ്പിലുള്ള പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സർക്കുലാർ പാത്ത്. ഓക്കെ, വൃത്താകൃതിയിലുള്ള പാതയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വർത്തുള പാത എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം എന്നാണ്. സർക്കുലാർ മോഷൻ ഇസ് എ മോഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻ എ സർക്കുലാർ പാത്ത്. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, ഞാനിവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ നേരെ നടക്കുകയാണെങ്കിൽ അത് എന്ത് മോഷനാണ്, സ്ട്രേറ്റ് ലൈൻ മോഷനാണ്, അല്ലേ, നമ്മൾ നേരരേഖ ചലനമാണ്. ഇനി ഞാൻ അവിടെ നിന്ന് സ്വന്തമായിട്ട് ആ പോയിന്റിൽ നിന്നുകൊണ്ട് കറങ്ങുകയാണെങ്കിൽ അത് റൊട്ടേഷണൽ മോഷനാണ്. അല്ലെങ്കിൽ ഞാനൊരു വട്ടത്തിന്റെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച മോഷൻ, ഞാനൊരു വട്ടത്തിന്റെ ചുറ്റും നടന്നു കഴിഞ്ഞാൽ അത് എന്ത് മോഷനായിരിക്കും, സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനമായിരിക്കും. ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എർത്ത് സ്വയമേ കറങ്ങുന്നുണ്ടല്ലേ, സ്വന്തം ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് കറങ്ങുന്നുണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമരം. അതേസമയം നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണിന്റെ ചുറ്റിനും കറങ്ങുന്നുണ്ട്, അല്ലെ, സൂര്യന്റെ ചുറ്റിനും കറങ്ങുന്നുണ്ട്. അതൊരു സർക്കുലാർ പാത്തിലാണ്, അതൊരു വൃത്താകൃതിയിലുള്ള ചലനമാണ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുമെങ്കിൽ, എ ബോയ് റണ്ണിങ് ഇൻ എ സർക്കുലാർ പാത്ത്. ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, സർക്കുലാർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്താണ്, സർക്കുലാർ മോഷൻ എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ ഒരു കേക്ക്, വട്ടത്തിലുള്ള ഒരു കേക്കിന്റെ ചുറ്റിനും ഒരു ഉറുമ്പ് ഇങ്ങനെ ഓടുകയാണ്, കേക്ക് കഴിക്കാൻ വേണ്ടി ഉറുമ്പ് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ്, സർക്കുലാർ മോഷൻ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സർക്കുലാർ മോഷൻ. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് മോഷൻസ് ആയി. ഒന്നേതായിരുന്നു, സ്ട്രേറ്റ് ലൈൻ മോഷൻ, നേരരേഖാ ചലനം. 2 റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഭ്രമണം. 3 സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചലനം നോക്കാം. ഇത് എന്താ പറയാ, നമ്മൾ എപ്പോഴും റിയൽ ലൈഫിൽ കാണാറുള്ള ഒരു ചലനമാണ് മൂവിങ് ടു ആൻഡ് ഫ്രോ. ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു, നമ്മൾ സീസോ ഒക്കെ ആടുമ്പോൾ അല്ലെങ്കിൽ ഊഞ്ഞാലൊക്കെ ആടുന്ന സമയത്ത് എങ്ങനെയാണ്, ഒരു പോയിന്റിൽ പോകും, തിരിച്ച് നമ്മൾ അതേ പൊസിഷനിൽ വന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകും. അങ്ങനെ അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ. അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നു, ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, അതാണ് നമുക്ക് ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് വിളിക്കുന്നത്. അതും നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു ചെറിയൊരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് വെച്ചു, എന്നിട്ട് അതിൽ നിന്ന് ഒരു നൂല് കെട്ടി തൂക്കിയിട്ടു.
ഒരു നൂല് കെട്ടി തൂക്കിയിട്ടിട്ട് ആ നൂലിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊന്നില്ലെങ്കിൽ ഒരു സ്ഫിയർ, ഏതെങ്കിലും ഒരു മെറ്റൽ സ്ഫിയറോ അല്ലെങ്കിൽ ഒരു കല്ല് തൂക്കിയിട്ടാലും മതി. ഈ കല്ല് ആ നൂലിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ തൂക്കിയിട്ടു. എന്നിട്ട് ആ കല്ലിനെ നമ്മൾ ഒരു വശത്തേക്ക് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ആ കല്ല് എന്ത് ചെയ്യും? ഒരൊറ്റ പൊസിഷനിൽ നിൽക്കോ? ഇല്ല. അത് ആ അറ്റത്ത് നിന്ന് അടുത്ത അറ്റത്ത് പോയി വീണ്ടും തിരിച്ച് ഈ അറ്റത്ത് വന്ന് അങ്ങനെ അത് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് ടു ആൻഡ് ഫ്രോ മോഷൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് ആ ഒരു തുലന സ്ഥാനത്ത് നിന്ന്, ഇതാണ് തുലന സ്ഥാനം. കണ്ടോ, ഈ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ നിൽക്കുന്നതാണ് തുലന സ്ഥാനം എന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് രണ്ട് എക്സ്ട്രീംസിലേക്കും, ഈ എക്സ്ട്രീമിലേക്കും ഈ എക്സ്ട്രീമിലേക്കും, രണ്ട് എക്സ്ട്രീംസിലേക്കും മാറി 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 പോവുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം. ഓസിലേഷൻ ഇസ് എ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ടു ബോത്ത് സൈഡ് അബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. തുലന സ്ഥാനത്ത് നമ്മൾ രണ്ട് പൊസിഷനിലേക്കും രണ്ട് എക്സ്ട്രീംസിലേക്കും അല്ലെ, രണ്ട് വശങ്ങളിലേക്കും നമ്മൾ നടത്തുന്ന ചലനമാണ് എന്ത് പറയുന്നത്? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ റിയൽ ലൈഫിൽ തന്നെ കാണാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഊഞ്ഞാലാടുന്നത്, ഒരു പാർക്കിൽ പോയി കഴിഞ്ഞാൽ സീസോയിൽ നമ്മൾ കളിക്കുന്നത്, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനത്തിന് എക്സാമ്പിൾസ് ആണ്. കയ്യിൽ നിന്ന് കുറേ എക്സാമ്പിൾസ് എഴുതിയെടുക്കാം കേട്ടോ. സോ സ്വിങ്ങിങ് ഓൺ എ സ്വിങ്, ഊഞ്ഞാലിലാടുന്നത്. മൂവിങ് ഓഫ് എ പെൻഡുലം, ഇപ്പൊക്കെ കാണാൻ പറ്റാത്തൊരു സംഭവമുണ്ട് പെൻഡുലം ക്ലോക്ക് എന്ന് പറയുന്നത്. പണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നതാണ്. ഈ പെൻഡുലം ക്ലോക്കിന്റെ താഴെ ഈ പെൻഡുലം തൂങ്ങി കിടപ്പുണ്ടാവും. ഈ പെൻഡുലം എന്ത് ചെയ്യുന്നു? ടിക് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. അതെന്ത് മോഷനാണ്? അതും ഓസിലേഷൻ ആണ്, ദോലനമാണ് കേട്ടോ. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. ഈ ദോലനത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വേറൊരു ടൈപ്പ് ഓഫ് മോഷനും കൂടി എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ ഒരു പൊട്ടിക്ക് ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന് വേറെ പേര് വിളിക്കാം. എന്താണത്? വൈബ്രേഷൻ. ഓക്കെ, കമ്പനം എന്ന് വിളിക്കാം. അതും നമുക്കൊരു എക്സ്പെരിമെന്റ് വെച്ച് ചെയ്ത് നോക്കാം. ഇത് സിമ്പിൾ എക്സ്പെരിമെന്റാണ്. നമ്മൾ സാധാരണ സ്റ്റീലിന്റെ സ്കെയിലില്ലേ, നോർമൽ സ്കെയിൽ എടുത്തിട്ട് കാര്യത്തിൽ പൊട്ടിപ്പോകും. സോ സ്റ്റീലിന്റെ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മേശയുടെ അറ്റത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ സ്കെയിലിന്റെ അറ്റം ഇങ്ങനെ പിടിച്ചിട്ട് മേശയിൽ നന്നായിട്ട് അടിക്കാം. അടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലും ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്കെയിലിലും ഫീൽ ചെയ്യാൻ പറ്റും. ആ സ്കെയില് ഇങ്ങനെ വിറക്കുന്ന കാണാൻ പറ്റും അല്ലെ, കമ്പനം ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ദോലനം പോലെ തന്നെ, ഓസിലേഷൻ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മോഷനാണ്. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള മോഷനാണ് അല്ലെ. അപ്പൊ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഓസിലേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം എന്ന് പറയുന്നത് കേട്ടോ. റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ച് അതിൽ അടി കൊടുത്താലും എന്ത് തന്നെയാണ്? അതും എന്ത് തന്നെയാണ്? നമുക്ക് വൈബ്രേഷൻ ആയിട്ട് കാണാൻ പറ്റും. അത് കമ്പനമാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു രണ്ട് എക്സ്പെരിമെന്റിന്റെ. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ സ്കെയിൽ വെച്ച് അടിക്കുന്ന എക്സ്പെരിമെന്റ്, രണ്ട് റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ നടുവിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളിലൊക്കെ നമുക്ക് ലാബിൽ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കാണാൻ പറ്റും. വൈബ്രേഷൻ കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണമാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. ഈ ട്യൂണിംഗ് ഫോർക്കിന് ഇതുപോലെ രണ്ട് കാലുകൾ ഉണ്ടാവും, ഭുജം എന്നാണ് വിളിക്കുന്നതിനെ. ഈ രണ്ട് കാലുകൾ നമ്മൾ എവിടെയെങ്കിലും മുട്ടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വൈബ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഈ വലിയ കാലില്ലേ, അതെടുത്ത് നമ്മൾ ടേബിൾ വെറുതെ കുത്തിയാൽ മതി, അപ്പം തന്നെ ഇവർ വൈബ്രേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതെല്ലാം എന്താണ്? വൈബ്രേഷൻസ് അല്ലെങ്കിൽ കമ്പനങ്ങളാണ് കേട്ടോ. വൈബ്രേഷൻ ഈസ് എ ക്വിക്ക് ഓസിലേഷൻ. വൈബ്രേഷൻ ഈസ് ക്വിക്ക് ഓസിലേഷൻ. ദ്രുതഗതിയിലുള്ള അല്ലെങ്കിൽ വേഗത്തിലുള്ള ദോലനത്തിനെയാണ് നമ്മൾ കമ്പനം എന്ന് വിളിക്കുന്നത്. സെയിം തന്നെ, ടു ആൻഡ് ഫ്രോ മോഷൻ തന്നെ, പക്ഷേ ഫാസ്റ്റ് ആയിരിക്കുന്നുള്ളൂ. ഓക്കെ, അതാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പാർക്കിലെ കേസ് നോക്കി, അതുപോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് മൂവിങ് ഒബ്ജക്ട്സ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഈ മൂവിങ് ഒബ്ജക്ട്സിന്റെ ടൈപ്പ് ഓഫ് മോഷൻ എന്താണ്, അതിന്റെ യൂസേജ് എന്താണ്, അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സീസോയാണ്. നമ്മൾ കളിക്കുന്ന സീസോ ഇല്ലേ, ഇങ്ങനെ ആടി കളിക്കുന്നത്, അതിൽ ഏത് ടൈപ്പ് ഓഫ് മോഷനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് തന്നെ അത് ഓസിലേഷൻ ആണ്. അതിന്റെ ഉപയോഗം എന്താണ്? എന്റർടൈൻമെന്റ് അല്ലെ, നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, ഒരു ക്ലോക്കിന്റെ ഹാൻഡ്, ഇതാണ് ക്ലോക്ക് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഹാൻഡ്. ഈ ഹാൻഡ് മൂവ് ചെയ്യുന്നത് ഇതിങ്ങനെ ആയിരിക്കും അല്ലെ. അവർ എന്ത് മോഷനിലാണ് ആ ഹാൻഡിന് പോകുന്നത്? അത് സർക്കുലാർ മോഷനിലാണ് അല്ലെ, അത് വർത്തുള്ള ചലനത്തിലാണ് പോകുന്നത്. അതിന്റെ ഉപയോഗം എന്താണ്? ടു ഷോർട്ട് ടൈം, സമയം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ടോപ്പ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ടോപ്പ്, പമ്പരം എന്താണ്? അത് അവിടെ നിന്നുകൊണ്ട് കറങ്ങുകയാണ്, അത് റൊട്ടേഷണൽ മോഷൻ ആണല്ലേ, അത് ഭ്രമണമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതും എന്റർടൈൻമെന്റ്, നമുക്ക് വിനോദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്ട്രിങ് ഓഫ് എ വീണ, ഒരു വീണ നമ്മൾ വീണ വായിക്കുമ്പോൾ വീണ കമ്പനം ചെയ്യുന്നു അല്ലെ, ആ കമ്പനത്തിലൂടെയാണ് ആ സൗണ്ട് ഉണ്ടാവുന്നത്. നല്ല മനോഹരമായിട്ടുള്ള സംഗീതം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആ കമ്പനത്തിലൂടെയാണ്. അപ്പോൾ വീണയിൽ നമുക്ക് സ്ട്രിങ്ങിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വൈബ്രേഷൻ ആണ്, കമ്പനമാണ്. അതിന്റെ യൂസേജ് എന്താണ്? പ്ലസന്റ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്, നമുക്ക് മനോഹരമായിട്ടുള്ള
ശബ്ദങ്ങൾ അതിൽ നിന്ന് ഇമ്പമുള്ള ശബ്ദങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സോ കുറച്ച് ഒബ്ജക്ട്സും അതുപോലെ അതിൻ്റെ ടൈപ്പ് ഓഫ് മോഷൻ എന്താണെന്ന് ചോദിക്കും, അതിൻ്റെ പ്രയോജനം എന്താണെന്നൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി ഈ പറഞ്ഞ മിക്ക മോഷൻസും അടങ്ങുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ഇത്രയും ഭാഗം നമ്മളതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അടപ്പ് അവിടെ ഇരുന്നോട്ടെ. ഈ ബാക്കി വരുന്ന ഇത്രയും പോർഷനില്ലേ, ഇത് ഇത്രയും പോർഷൻ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ചിറകുകളാക്കി എടുത്തു. ഓക്കെ, ഫാനിൻ്റെ ലീഫ് പോലെ ചിറകുകളാക്കി മാറ്റി. അപ്പോൾ അടപ്പ് അവിടെ ഉണ്ട്. അടപ്പിൻ്റെ ചുറ്റിനായിട്ട് കുറച്ച് ചിറകുകൾ ഇങ്ങനെ വന്ന് നിൽക്കും. എന്നിട്ട് അടപ്പിൻ്റെ ഉള്ളിലൂടെ ഒരു തുളയിട്ടിട്ട് ആ തുളയിൽ കൂടി ഒരു കൊടക്കമ്പി നമ്മൾ ഇറക്കിയെടുത്തു. അടപ്പിൻ്റെ നടുക്കിലൂടെ തുളയിട്ടിട്ട് തുളയുടെ ഉള്ളിൽ കൂടെ ഒരു കൊടക്കമ്പി അല്ലെങ്കിൽ നോർമൽ കമ്പി, എന്തെങ്കിലും കമ്പി നമ്മൾ ഇതിൽ നിന്ന് എടുത്തു. എന്നിട്ട് ആ കമ്പിയിലേക്ക് നമ്മളൊരു നൂല് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തു. ഒരു നൂല് ആ കമ്പിയിൽ നന്നായിട്ട് ചുറ്റി കൊടുത്താണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു ഐസ്ക്രീം ബോൾ എടുക്കുന്നു. ഓക്കെ, ഈ ഐസ്ക്രീം ബോളിൻ്റെ ആ അടപ്പ് മാറ്റിയിട്ട് അവിടേക്ക് നമ്മൾ നമ്മുടെ എന്തിറക്കി കൊടുത്തു, നമ്മുടെ ഇപ്പം ഉണ്ടാക്കിയെടുത്ത ഫാൻ നമ്മൾ ഇറക്കി നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഐസ്ക്രീം ബോളിൻ്റെ താഴെയും ഒരു തുളയിട്ടു, സൈഡിലും ഒരു തുളയിട്ടു. എന്നിട്ട് നമ്മൾ ആ കൊടക്കമ്പി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അടപ്പിലൂടെ കടത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം ബോളിന്റെ താഴെ ഇട്ട് കൊടുത്ത തുളയെ കൂടെ അതിനെ കടത്തിയെടുത്തു. ഓക്കെ, ദെൻ ഇതിന്റെ ഉള്ളിൽ നമ്മൾ നൂലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ നൂലിന് നമ്മൾ ഈ സൈഡിൽ ഇട്ട് കൊടുത്ത തുളയെ കൂടെ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുകളിലുള്ള ലീഫിനെ കുറെ ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ ഇങ്ങനെ കുറെ നേരം തിരിച്ചിട്ട് നമ്മൾ ഈ വള്ളി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീഫ് നല്ല സ്പീഡിൽ കറങ്ങുന്നത് കാണാൻ പറ്റും. ഓക്കെ, നല്ല സ്പീഡിൽ. അതൊരു കളിപ്പാട്ടം പോലെ, ഒരു ടോയ് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്തത്, ഒരു കുപ്പി എടുത്തു, അതിനെ ഒരു പകുതിയോളം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അടപ്പ് അവിടെ ഇരിക്കുന്ന രീതിക്ക്. എന്നിട്ട് ആ ബാക്കി വരുന്ന പോർഷനിലെ ലീവ്സ് ആക്കി, ഇലകളാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു അടപ്പിലൂടെ ഒരു തുളയിട്ട് കൊടുത്തിട്ട് അതിൽ കൂടെ കൊടക്കമ്പി ഇറക്കിയിട്ട് നന്നായിട്ട് നൂല് ചുറ്റി കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിനെ ഒരു ഐസ്ക്രീം ബോളിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ കൊടക്കമ്പിനെ ഐസ്ക്രീം ബോളിൻ്റെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഐസ്ക്രീം ബോളിൻ്റെ സൈഡിലെ തുളയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ആ നൂലിനെയും പുറത്തേക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ആ ഫാൻ കറക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നൂല് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫാൻ നല്ല സ്പീഡിൽ തിരിച്ച് കറങ്ങുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റ്. ഇതിനകത്ത് ആ കറങ്ങുന്ന ആ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയോ, ഒരുപാട് ടൈപ്സ് ഓഫ് മോഷൻ കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കമ്പി, ഈ കൊടക്കമ്പിയും നൂലും, കൊടക്കമ്പിയില്ലേ, ആ കൊടക്കമ്പി എന്ത് അവസ്ഥയിലാണ്, എന്ത് മോഷനിലാണെന്ന് അറിയോ, അത് റൊട്ടേഷണൽ മോഷനിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് ആ കമ്പി കറങ്ങുന്നത്, അത് റൊട്ടേഷണൽ മോഷനിലാണ്. ഈ ലീവ്സ്, ഈ ഇലകൾ എങ്ങനെയായിരിക്കും എന്നറിയോ, അവരും റൊട്ടേഷൻ മോഷൻ തന്നെയാണ്. പക്ഷേ ഇലകളുടെ അറ്റം എങ്ങനെയായിരിക്കും, അവർ സർക്കുലാർ മോഷനിലാണ്, വൃത്താകൃതിയിലായിരിക്കും അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ പുറത്തേക്ക് വലിക്കുന്ന ആ ഒരു വള്ളി, അത് നമ്മൾ ഇങ്ങനെ വലിക്കുന്നതല്ല, നേരെ വലിക്കുന്നത്. അപ്പോൾ അതെന്ത് മോഷൻ ആയിരിക്കുള്ളൂ, അത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനമായിരിക്കും. അങ്ങനെ പല ടൈപ്സ് ഓഫ് മോഷൻ നമുക്ക് ഇതിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദ ഫാൻ ആൻഡ് ദ റോഡ്, ആ ഫാനും റോഡും എങ്ങനെയായിരിക്കും, റൊട്ടേഷൻ മോഷൻ ആയിരിക്കും. ആൻഡ് ദ സ്ട്രിങ്സ് എക്സിബിറ്റ് സർക്കുലാർ മോഷൻ. അതുപോലെ തന്നെ നമ്മൾ വലിക്കുന്ന ആ ഒരു നൂല് എങ്ങനെയായിരിക്കുള്ളൂ, അത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ടൈപ്സ് ഓഫ് മോഷൻ വരുന്നത്. എന്തൊക്കെയായിരുന്നു നമുക്ക് ആദ്യം പഠിച്ചത്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ നേർരേഖാ ചലനമായിരുന്നു. ദെൻ റൊട്ടേഷണൽ മോഷൻ അല്ലേ, ഭ്രമണം പഠിച്ചു. ദെൻ സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം പഠിച്ചു. ദെൻ ഓസിലേറ്ററിയും അതുപോലെ വൈബ്രേഷനും, ദോലനവും കമ്പനവും. ഇത്രയും 5 ടൈപ്സ് ഓഫ് മോഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 5 ടൈപ്പ് മോഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ റിലേറ്റ് ചെയ്ത് പഠിച്ച എക്സ്പെരിമെന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എക്സ്പെരിമെന്റ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റ് നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് വേണം അതിൻ്റെ ആൻസർ ചെയ്യാൻ കേട്ടോ. എക്സാമ്പിൾസും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോഴ്സും മോഷനുമാണ്, ബലവും ചലനവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു വസ്തുവിനെ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഏതൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം അല്ലെ, തള്ളാനൊരു ഇപ്പോൾ ഇവിടെ ഒരു ടേബിളിൽ ഒരു ബുക്ക് ഇരിക്കുകയാണ്, ആ ബുക്ക് അനങ്ങാതെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മളൊരു ഫോഴ്സ് കൊടുക്കാതെ, ഒരു ബലം കൊടുക്കാതെ ആ ബുക്കിനെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏത് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സിന്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന തള്ളലോ വലിക്കലോ, ഇതിനെയാണ് നമ്മൾ ബലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫോഴ്സും മോഷനും, ഫോഴ്സ് ഷുഡ് ബി അപ്ലൈഡ് ടു മൂവ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആൻഡ് ടു ബ്രിങ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ്. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു,
ഇപ്പോൾ എന്താ പറയുക ഉരുണ്ട് വരുന്നൊരു ബോൾ, ഈ ബോളിന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ബോൾ സ്റ്റോപ്പ് ആവും. എനിക്ക് സൂപ്പർ പവർ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബോൾ സ്റ്റോപ്പ് ആവില്ല. ഞാൻ പോയിട്ട് എന്ത് വേണം, ആ ബോളിനെ ഒന്ന് തടുത്ത് നിർത്തണമെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കണം അല്ലേ. എൻ്റെ കൈ കൊണ്ട് ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ബോൾ അവിടെ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫോഴ്സ് വേണം. അതുപോലെ വെറുതെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ, ചലിപ്പിക്കാനും ഒരു ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് നീഡ്സ് ടു ബി അപ്ലൈഡ് ടു ചേഞ്ച് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മൂവിംഗ് ഒബ്ജക്റ്റ്. അതുപോലെ സ്പീഡ് മാറ്റണമെങ്കിൽ അല്ലെ, സ്പീഡ് കൂട്ടാനോ കുറക്കാനോ ഫോഴ്സ് കൊടുക്കണം. നോർമലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ, ഓക്കെ, എനിക്ക് പെട്ടെന്ന് എമർജൻസി, എനിക്ക് പെട്ടെന്ന് സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടണം അല്ലേ. ആ സ്പീഡ് കൂട്ടാൻ ഞാൻ ഇതുപോലെ തന്നെ ഓടിയാൽ മതിയോ? കുറച്ചുകൂടി ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ സ്പീഡ് കൂട്ടാനും കുറക്കാനും ഫോഴ്സ് കൊടുക്കണം. ഡയറക്ഷൻ മാറാനായിട്ട്, തിരിച്ചു പോകാനായിട്ട് അല്ലെ, പല ഡയറക്ഷനിലേക്ക് മാറാം. ഉരുണ്ട് വരുന്ന ബോളിന് എനിക്ക് അങ്ങോട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ് ഫോഴ്സ് വേണ്ടത്? ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഫോഴ്സ് വേണം. അതുപോലെ വെറുതെ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ഫോഴ്സ് വേണം. ഡയറക്ഷൻ മാറ്റാനായിട്ട് ഫോഴ്സ് വേണം. അതുപോലെ സ്പീഡ് മാറ്റാൻ ഫോഴ്സ് വേണം. ഇതിനെല്ലാത്തിനും ഫോഴ്സ് നെസസറി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് എ പുഷ് ഓർ പുൾ ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന തള്ളലോ വലിക്കലോ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. അതുപോലെ ഫോഴ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോയിന്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, യെസ്. ദെൻ ഇനി നമുക്ക് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ടല്ലേ. വി മേക്ക് യൂസ് ഓഫ് ഡിഫറെൻറ്റ് മൂവ്മെന്റ്സ് വൈൽ എക്സസൈസ്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മൂവ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ജമ്പിങ് റോപ്പ്. നമ്മളിങ്ങനെ ജമ്പിങ് റോപ്പ് ചെയ്യുമ്പോൾ ആ റോപ്പ് എങ്ങനെയാണ്? സർക്കുലർ മോഷനിലാണ് പോകുന്നത്. റണ്ണിങ്, ഓടുമ്പോൾ നമ്മൾ ലീനിയർ മോഷനിലാണ്, വളവൊന്നുമില്ലാണ്ട് ഓടുമ്പോൾ ലീനിയർ മോഷനാണ്. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ഭ്രമണചലനത്തിലാണുള്ളത് അല്ലേ. യെസ്, നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യില്ല, നമുക്ക് ഭ്രമണചലനത്തിലാണുള്ളത്, റൊട്ടേഷനിലാണുള്ളത്. ഓക്കെ, അപ്പോൾ പല ടൈപ്സ് ഓഫ് മോഷൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് സൈക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പല ടൈപ്സ് ഓഫ് മോഷനാണ് പറയുന്നത്. സൈക്കിളിന്റെ ഓരോ പാർട്സിലും വരുന്ന ടൈപ്സ് ഓഫ് മോഷനാണ്. പാർട്ട് ഓഫ് ദ സൈക്കിൾ, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മോഷനാണ് ഹെഡിങ്. അതിന്റെ പെഡലിംഗ്, ഈ പെഡൽ മൂവ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ്? പെഡൽ മൂവ് ചെയ്യുന്നത് സർക്കുലർ മോഷനാണ്. ബിഗ് ഗിയർ, വലിയ ഗിയർ എങ്ങനെയാണ്? റൊട്ടേഷണൽ മോഷനാണ് അല്ലേ. വലിയ ഗിയർ റൊട്ടേഷണൽ മോഷനാണ്. ഇവിടെയാണ് റൊട്ടേഷണൽ മോഷനാണ്. ചെറിയ ഗിയറും റൊട്ടേഷണൽ മോഷനാണ്. ചെയിൻ വരുന്നത് എങ്ങനെയാണ്? ഈ ചെയിൻ അത് റൊട്ടേഷണൽ മോഷൻ ഉണ്ട്, ലീനിയർ മോഷൻ ഉണ്ട്. അത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, പക്ഷെ നേരെയും പോകുന്നുണ്ട്. അതുപോലെ വീൽസ് എങ്ങനെയാണ്? വീൽസ് ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലേ, അത് റോൾ ചെയ്യുന്നുണ്ട്, റോളിംഗ് മോഷനാണ്. അതായത് സർക്കുലാർ മോഷനും ഉണ്ട്, പിന്നെ അത് കറങ്ങി കറങ്ങി മുന്നോട്ടല്ലേ പോകുന്നത്, നേരെയല്ലേ പോകുന്നത്. സർക്കുലാർ മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉണ്ട്. രണ്ടും കൂടിയും ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനെ വിളിക്കാം റോളിംഗ് മോഷൻ. ഓക്കെ, ഉരുളൽ ചലനം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് മോഷൻസ് നമ്മൾ ഓടിക്കുന്ന സൈക്കിളിൽ തന്നെയുണ്ട്. ഓക്കെ, അതിൽ ഓരോ പാർട്സും പല ടൈപ്പ് ഓഫ് മോഷൻസ് ആണ് എക്സേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതെന്തത്? ആൾക്ക് എന്ത് പറ്റി? ഇതാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ആൾ ഉരുണ്ട് പോവാണ്. ഉരുളുമ്പോൾ ആൾക്ക് സർക്കുലാർ മോഷനും ഉണ്ട്, നേരെ പോകുന്നതുകൊണ്ട് തന്നെ ലീനിയർ മോഷനും ഉണ്ട്. ഓക്കെ, ആ രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്താണ്? റോളിംഗ് മോഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഗിയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, ഒരു മരത്തിന്റെ ഒരു തടിയുടെ മേലെ ഒരു എ എന്ന് പറയുന്ന ഒരു അടപ്പ് ഫിക്സ് ചെയ്ത് വെച്ചു. അത് ഫിക്സ് ആണ്, ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അടപ്പാണ്. ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമുക്കിത് കറക്കാൻ പറ്റും. ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ആണി എന്തെങ്കിലും അടിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കതിനെ ഇങ്ങനെ കറക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ BCD എന്ന് പറയുന്ന പല സൈസിലുള്ള അടപ്പുകളും എടുത്ത് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് എയിൽ നിന്ന് ഒരു റബ്ബർ ബാൻഡ് നമ്മൾ ബിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചു. എയിൽ നിന്നൊരു റബ്ബർ ബാൻഡ് സിയുമായിട്ടും അതുപോലെ ഡിയുമായിട്ടും കണക്ട് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ എനെ കറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബിയും കറങ്ങും, സിയും കറങ്ങും, ഡിയും കറങ്ങും. നമ്മൾ കറക്കുന്നത് ആരെയാണ്? എനെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ബിയും സിയും ഡിയും കറങ്ങുന്നു. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറങ്ങുന്നത്, എ കറക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറങ്ങുന്നത് ഡി ആയിരിക്കുള്ളൂ. ഓക്കെ, ഏറ്റവും ചെറിയ അടപ്പായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറങ്ങുന്നത്. സി ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ ഡിയുടെ അത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല. ബി ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും കറങ്ങുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഗിയർ മെക്കാനിസം എന്ന് പറയുന്നത്. ഗിയറിൽ പൽചക്രത്തിൽ നമ്മൾ ചെയ്യുന്ന മെക്കാനിസം ഇതാണ്. ഒരു ഗിയറിനെ ഉപയോഗിച്ചിട്ട് അടുത്ത ഗിയറിനെ, ഒരു വീലിനെ ഉപയോഗിച്ചിട്ട്, ഒരു ചക്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ചക്രത്തിനെ കറക്കുന്നു. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെറിയ ചക്രം വെച്ചിട്ട് വലിയ ചക്രം കറക്കി കഴിഞ്ഞാൽ
ചക്രം കറങ്ങി വരാൻ കുറെ സമയമെടുക്കും അല്ലെ. ആ വലിയ ചക്രത്തിന് ഒരു കറക്കം കറങ്ങി വരാൻ തന്നെ സമയമെടുക്കും, കാരണം ഈ ചെറുത് വെച്ചിട്ട് നമ്മളതിനെ കറക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയ ചക്രങ്ങൾ കറങ്ങാൻ ചെറുത് വെച്ച് വലുത് കറക്കുമ്പോൾ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്, സ്പീഡ് കുറയുന്നു. അപ്പോൾ ഗിയർ എന്ന് പറയുന്നത് നമ്മൾ മിക്ക വെഹിക്കിൾസിലും അല്ലെ, ഇപ്പോൾ സൈക്കിൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വെഹിക്കിൾസിൽ, ഒരുപാട് മെഷീൻസിൽ, വാച്ച് തുടങ്ങിയുള്ള ഒരുപാട് മെഷീൻസിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗിയർ എന്ന് പറയുന്നത്. ഗിയർ നമ്മുടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്പീഡ് കൂട്ടാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വലിയ ഗിയർ കറക്കിയിട്ട് ചെറുതിനെ കറക്കുന്നത്. വലിയ ഗിയർ ആയിരിക്കും നമ്മൾ കറക്കുന്നത്, അതിനോട് കണക്ട് ചെയ്തിട്ട് ചെറുത് നല്ല സ്പീഡിൽ കറങ്ങും. ഓക്കെ, അപ്പോൾ വലുതിനെ വെച്ചിട്ട് ചെറുതിനെ കറക്കുകയാണെങ്കിൽ സ്പീഡ് നന്നായിട്ട് കൂടും. പക്ഷേ ചെറുതിനെ വെച്ച് വലുത് കറക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. അപ്പോൾ നമുക്കൊരു ഡിവൈസിന്റെ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? വലിയ ചക്രം വെച്ചിട്ട് ചെറുതിനെ കറക്കണം. ഒരു ഡിവൈസിന്റെ സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരു ചെറിയ ചക്രം വെച്ചിട്ട് വലുതിനെ കറക്കണം. ഇതാണ് ഗിയർ മെക്കാനിസം എന്ന് പറയുന്നത്. കണ്ടോ, ഇതന്നെ എഴുതിയിരിക്കുന്നത്. റൊട്ടേറ്റിംഗ് എ സ്മോളർ വീൽ യൂസിങ് എ ബിഗർ വീൽ ഇൻക്രീസസ് ദ സ്പീഡ് ആൻഡ് റൊട്ടേറ്റിംഗ് എ ബിഗർ വീൽ യൂസിങ് എ സ്മോളർ വീൽ ഡിക്രീസസ് ദ സ്പീഡ്. ഓക്കെ, വലിയ ചക്രം ഉപയോഗിച്ച് ചെറുത് കറക്കുമ്പോൾ വേഗത കുറയും, ചെറുത് വെച്ച് വലുതിനെ കറക്കുമ്പോൾ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചെറുത് വെച്ചിട്ട് വലുതിനെ കറക്കുമ്പോൾ സ്പീഡ് കുറയും, വലുത് വെച്ച് ചെറുതിനെ കറക്കുമ്പോൾ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഗിയേഴ്സ് ഈ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ വെഹിക്കിൾസിലൊക്കെ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സൈക്കിളിൽ തന്നെ കാണാനായിട്ട് പറ്റും, ചെറുതും വലുതുമായിട്ടുള്ള ഗിയേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഗിയേഴ്സ്? ഇൻ എ ഗിയർ സിസ്റ്റം വീൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആർ യൂഷ്വലി യൂസ്ഡ്. പല സൈസിലുള്ള നമ്മൾ ചക്രങ്ങൾ ഗിയേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ദീസ് സിസ്റ്റംസ് ആർ യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ദ സ്പീഡ്. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, വേഗത കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ വലിയ ചക്രമാണ് കറക്കുന്നത്, അത് വെച്ചിട്ട് ചെറുത് കറങ്ങും. നമ്മൾ കറക്കുന്നത് വലുതായിരിക്കുള്ളൂ, അത് വെച്ചിട്ട് ചെറുത് കറങ്ങും. അപ്പോൾ അവിടെ എന്താണ്? വലുതിനെ വെച്ച് ചെറുതിനെ കറക്കുമ്പോൾ സ്പീഡ് ഇൻക്രീസസ് അല്ലെങ്കിൽ വേഗത കൂടുന്നു. പക്ഷേ നമ്മൾ അടുത്ത ഫിഗർ ചിത്രം A നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചക്രം വെച്ചിട്ട് വലുതിനെ കറക്കുന്നു. ചെറുത് എത്ര കറക്കിയാലും വലുത് കറങ്ങാൻ കുറേ സമയം എടുക്കും. അപ്പോൾ എന്താണ്? സ്പീഡ് ഡിക്രീസസ്, സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫിഗർ വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏത് വെച്ച് കറക്കുമ്പോഴാണ് സ്പീഡ് കൂടുക കുറയാന്നുള്ളത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ബിലീവ് ഇൻ എ ഡൈനാമിക് വേൾഡ്. നമ്മൾ ചലനാത്മകമായിട്ടുള്ള ലോകത്തല്ലേ നമ്മൾ ഫുൾ ടൈം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ഈ വേൾഡിലുള്ള എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, യൂണിവേഴ്സിലുള്ള എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾ ബോഡ്ലി പ്രോസസ്സസ് ഇൻവോൾവ് സം ഫോം ഓഫ് മൂവ്മെന്റ്. എല്ലാവരും എന്താണ്? ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഇതാണ് ഇവിടെ ഉള്ളത്. മൂവ്മെന്റ് ബി ഫാസ്റ്റ്, അത് ചിലപ്പോൾ ഫാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സ്ലോ ആയിരിക്കും. പക്ഷേ എല്ലാ ഒബ്ജക്ട്സിനും ഒരു ചെറിയ മൂവ്മെന്റ് ഉണ്ട്. എ ഫോഴ്സ് ഷുഡ് ബി അപ്ലൈ ടു മൂവ് ഒബ്ജക്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. പക്ഷേ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനും സ്റ്റോപ്പ് ചെയ്യിക്കാനും ഡയറക്ഷൻ മാറ്റാനും സ്പീഡ് മാറ്റാനും എല്ലാം നമുക്ക് എന്ത് വേണം? ഒരു ഫോഴ്സ് എന്തായാലും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഫോഴ്സ് അപ്ലൈഡ് ഇൻ വൺ പ്ലേസ് ഈസ് ട്രാൻസ്ഫർ ടു അനദർ പ്ലേസ് ടു മേക്ക് മോഷൻ പോസിബിൾ. ഒരു പ്ലേസിൽ അപ്ലൈ ചെയ്യുന്ന മോഷൻ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ മോഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എവിടെയാണ്? നമ്മൾ പെഡലിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷേ സൈക്കിൾ മുന്നോട്ട് പോകുന്നു. നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്തായി മാറി? ട്രാൻസ്ഫർ ചെയ്ത് ആ ചക്രം വരെ എത്തുന്നു, അതങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് മോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൈനാമിക് വേൾഡ് എന്ന് പറയുമ്പോൾ ലോകത്തെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് ഈ ചാപ്റ്റർ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടൈപ്സ് ഓഫ് മോഷൻ ആണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുന്നത്, അതുപോലെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റേറ്റ് ഓഫ് മോഷൻ, ദെൻ ലാസ്റ്റ് പറഞ്ഞത് ഫോഴ്സ് ആൻഡ് മോഷനും അതുപോലെ ഗിയറും. ഇത്രയും ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് അടുത്ത ക്ലാസ്സിലായിരിക്കും. സോ എല്ലാവർക്കും എല്ലാം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.